നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവം. സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി ആരോഗ്യവകുപ്പ്. നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. 5ാം ക്ലാസ്സുകാരിയെ ചൂരൽ കൊണ്ടടിച്ച അധ്യാപകൻ, കയ്യെല്ല് പൊട്ടി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങലിൽ അധ്യാപകന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് 5ാം ക്ലാസ്സുകാരിയുടെ കയ്യെല്ല് പൊട്ടിയതായി പരാതി. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു കുട്ടിയുടെ കയ്യിലേക്ക് അധ്യാപകൻ ചൂരൽ കൊണ്ട് തല്ലിയത്. MSM-HSS കല്ലിങ്ങൽ പറമ്പിലെ അധ്യാപകനാണ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി അടിച്ചത്. മകൾക്ക് കയ്യിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും അധ്യാപകർ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ മാതാവ് പറയുന്നു. പിന്നീട് കുട്ടിയെ അധ്യാപകർ ചേർന്ന് വീട്ടിലെത്തിച്ച ശേഷം രക്ഷിതാക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അധ്യാപകനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി. സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്തിക്കൂടെ? സർക്കാർ തിങ്കളാഴ്ച മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി തിരുവനന്തപുരം BJP കൗൺസിലർ സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചു. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തൂടെ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ സർക്കാർ തിങ്കളാഴ്ച മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് സുഗതന്റെ ഹർജി പരിഗണിക്കുന്നത്. സുഗതനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കരുതെന്നാണ് സർക്കാർ വാദിക്കുന്നത്. ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് കോടതി ചോദിച്ചുവെങ്കിലും സർക്കാർ അതിന് മറുപടി നൽകിയിട്ടില്ല. സുഗതന്റെ കാപ്പ കേസ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജയിൽ മോചനത്തെ സർക്കാർ എതിർക്കുന്നത്. 2023 ജൂലൈ 17 ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. 2025 മാർച്ച് 14 ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമം കുറ്റം. 2025 ജൂലൈ 25 സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. 2026 ഫെബ്രുവരി 2 അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസിലും പ്രതിയാണ് സുഗതൻ. ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതനെ BJP വാഴോട്ടുകോണത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്.